ലക്ഷദ്വീപിനെ പറ്റി ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്തിന്. പക്ഷേ കോറലെ പറ്റി റിസർച്ച് ചെയ്തിന്, മീനിനെ പറ്റി റിസർച്ച് ചെയ്തിന്, അങ്ങനെ പലതിനെ പറ്റി. പക്ഷെ ലക്ഷദ്വീപിലെ ഒരു പ്രധാന ഉൽപ്പന്നമായിട്ടുള്ള മാസിനെ പറ്റി ആരും റിസർച്ച് ചെയ്തില്ല. അപ്പോൾ ഒരു ദ്വീപുകാരൻ തന്നെ ഒരു 4-4.5 കൊല്ലം അധ്വാനിച്ച് റിസർച്ച് ചെയ്തിന്. അപ്പോൾ അയാളെയാണ് നിങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇഹ്സാൻ വാടപ്പള്ളി. അപ്പോൾ ഇഹ്സാനെ കൂടെ നമുക്ക് കാര്യങ്ങൾ കേൾപ്പാം. ഇഷ്ടം പോലെ സാധനം ഉണ്ടാഞ്ഞ റിസർച്ച് ചെയ്യാൻ ലക്ഷദ്വീപിൽ തന്നെ ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാഞ്ഞ. അപ്പം ഈ മാസ് എങ്ങനെയാണ്, എന്നുമാണ് മാസിനെ തിരഞ്ഞെടുത്തത്? എന്നെയാണ് മാസ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ മെയിൻ റിസോഴ്സ് ഒന്ന് മീൻ, പിന്നെ ഒന്ന് തേങ്ങ. ഇത് രണ്ടാണ് മീനും തേങ്ങയാണ്. അപ്പം മീനുണ്ട് നമുക്ക് കിട്ടുന്ന മീൻ ചൂര, ഷബിയൻ ചൂരയും കിട്ടും, മാസ് ചൂരയും കിട്ടും. ഏറ്റവും കൂടുതൽ ചാല കിട്ടുന്നത് മാസ് ചൂര. ചില സമയത്ത് ഷബിയൻ ചൂര ചാല കിട്ടും. അപ്പോൾ മാസ് ചൂര എടുത്തു കഴിഞ്ഞാൽ മാസ് ചൂര തന്നെ ഏകദേശം 90% മാസായിട്ടാണ് ഉണ്ടാക്കുന്നത്, മാസായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് മാസ് പ്രോസസ് ഉണ്ട്. നമ്മൾ ആൾക്കാർക്ക് ഇതിനുണ്ടാണ് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് ഫീൽഡ് ലെവലിൽ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു മാസമുണ്ട്. അതിനാ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇനി മാർക്കറ്റിലൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിനൊക്കെ ഇല്ല നാഷണൽ മാർക്കറ്റിനൊക്കെ കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്തത്. ഇത് ദ്വീപുകാരൻ എന്നുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റാ? ഉറപ്പായിട്ട് ആക്ച്വലി മാസില് ഒരുപാട് റിസർച്ച് നടന്നതാണ്, പഠനം. ഒരുപാട് 1970-കളിൽ 64 തന്നെ മാസിന് ഒരുപാട് പഠനം നടന്നത്. അപ്പം അതിനൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ദ്വീപിലെ ഒരാൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും റിസൾട്ട് ഉണ്ടാവും. ദ്വീപിൽ ആരെങ്കിലും ഇതുവരെ പഠിച്ചില്ല. അപ്പോൾ ദ്വീപിൽ ആൾ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട ഒരു റിസൾട്ട് ഒരു വ്യത്യാസമായിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പം തന്നെ ഗൈഡ് ചെയ്ത ഒരാളുണ്ട്, അയാളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ സാധനം. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ആളും. നാക്കൊരു തോട്ട് ഇത് തന്നെയാണ്, ഈ ടോപ്പിക് എടുക്കണം, നാക്കും തനിയെ തോന്നിയതാണ് മാസ് എടുക്കണം. നാക്ക് ഒരുപാട് ടോപ്പിക് എടുക്കാൻ ചാൻസ് ഉണ്ടാണ്, മാസ് തന്നെയാണ്. അതുകൊണ്ടാണ് മാസ് എടുക്കണം. മാസ് എടുത്താലാണ് നമുക്കൊരു ഫിഷറീസിൽ, ലക്ഷദ്വീപ് ഫിഷറീസിൽ ഒരു ചേഞ്ചസ് എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയും മാസ് എടുത്താൽ മാത്രം. പിന്നെ ഇന്റർനാഷണലി ഇതുവരെ ഇതൊരു പ്രോപ്പർ പ്രൊഡക്റ്റ് ആയില്ല എന്നാണ് മനസ്സിലാകേണ്ടത്. നമ്മൾ മാസ് ഒരു കറക്റ്റ് ഇടത്ത് കൊണ്ടുപോയി പ്ലേസ് ആവുകയോ കറക്റ്റ് വാല്യൂ കിട്ടുകയോ ഏതും ഫീൽ ചെയ്തില്ല. അപ്പം അതെന്നുമാണ് ഇന്റർനാഷണലി ഒരു പ്രോപ്പർ പ്രൊഡക്റ്റ് ഇതാകാത്തത്? അത് ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം നന്നാ പഠനത്തിൽ നമുക്ക് മനസ്സിലായത്, 5 നാട്ടുണ്ട് മാസ് എടുത്താണ് എന്നെ പഠനം നടത്തി. മിനിക്കോയ്, കൽപ്പേനി, അമ്മേനി, കവരത്തി, ആക്കത്തി, ഈ 5 നാട്ടിലാണ് നാം മാസ് എടുത്ത് പഠനം നടത്തിയ സമയത്ത് ഇതിനുള്ള മെയിനായിട്ട് തണ്ണി കണക്കുണ്ട്. മാസിലുള്ള തണ്ണി കണക്ക് ആക്കത്തിലുള്ള മാസിനുള്ള തണ്ണി കണക്കും മിനക്കായത്തുള്ള മാസിലുള്ള തണ്ണി കണക്കും രണ്ടും 10 മുതൽ 24 വരെ 24% വരെ തണ്ണി കണക്കുണ്ട്. അതൊരു അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിനൊക്കെ സാധനം പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏകദേശം ഒരുപോലെ ആകും, ഇത്ര വ്യത്യാസം വരുവാൻ പാടില്ല. പിന്നെ ഇനി ആക്കത്തി അല്ലെങ്കിൽ മിനക്കായത്ത് അല്ലെങ്കിൽ കവരത്തി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു കൂട്ടക്കാർ ഉണ്ടാക്കേണ്ട മാസം മറ്റേ കൂട്ടക്കാർ ഉണ്ടാക്കേണ്ട മാസമാണ് തണ്ണി അളവ് വ്യത്യാസം കൊണ്ട്. അതേപോലെ രണ്ടാമത് പുക കൊടുക്കൽ, ഇതാണ് മെയിൻ സംഭവം. മാസിന് ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ പുക കൊടുക്കലാണ്. പുക കൊടുക്കേണ്ട സമയത്ത് ഈ പുകേനെ കണക്കുണ്ട്, സ്മോക്കിംഗ്. ഈ ടെക്നിക്കലി വിളിക്കുന്ന സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് പ്രോസസ്സ്. ഈ സ്മോക്ക് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ സ്മോക്ക് കണ്ടന്റ് എത്ര ഉണ്ടാവണമെന്ന് നോക്കിയ സമയത്ത് ചിലയിടത്തുള്ള സ്മോക്ക് ഭയങ്കര കൂടുതലാണ്, ചിലയിടത്തുള്ള സ്മോക്ക് ഭയങ്കര കുറവാണ്. പുക കിട്ടുമല്ലോ പ്രോപ്പർലി. പുക കിട്ടിയാൽ മാത്രമാണ് ഈ സാധനം പൈപ്പാൻ കളിവാൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും കളിവാൻ. അപ്പൊ പുകേനെ കണക്ക് ഇങ്ങനെ വേരിയുണ്ട് കൊണ്ട് നമുക്ക് ഈ സാധനം ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയാം, എന്നീതാലും കൊണ്ടുപോകാൻ കഴിയാം. അപ്പൊ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവിലേക്ക് പുക ആയാലും തണ്ണി ആയാലും ബാക്കിയുള്ള പ്രോട്ടീനും കൊഴുപ്പും മാസനുള്ള ഇതെല്ലാം ഏകദേശം ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നടത്തേണ്ട പ്രോസസ്സ് ഉണ്ടല്ലേ, ചെയ്യേണ്ട പ്രോസസ്സ് എല്ലാവരും ഒരുപോലെ ചെയ്താൽ മാത്രമാണ്
നമുക്ക് ഫൈനലി ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഒരു പോലെയുള്ള പ്രൊഡക്റ്റ് കിട്ടുക. ഒരു പോലുള്ള പ്രൊഡക്റ്റ് മാത്രം കാണാൻ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചൊല്ലി ഒരു എക്സാമ്പിൾ ഒന്ന് ഞാൻ മെനക്കാത്ത മാസം എല്ലാ നാട്ടുകാർക്കും ഭയങ്കര പരിചയമാണ്. ഇപ്പൊ എടുത്തു നോക്കി അന്വേഷിച്ച് കുടിച്ചു പോയി മെനക്കാത്ത മാസം വേണ്ടി കൊണ്ടുവരും ഉറപ്പായിട്ടും ഇല്ലേ. ലക്ഷദ്വീപിൽ എല്ലായിടത്തും ഈ ഒരു നിശ്ചിത അളവിലെല്ലാം ഒരുപോലെ യൂണിഫോമായി മാസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് അന്വേഷിച്ച് പോകേണ്ടി വരാം. ആൾക്കാർ അവരെ മേടിച്ചോണ്ട് പോകും. ഓക്കെ, ഇന്ത്യയിൽ ഇനി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഗതി ഉണ്ടാ? എങ്ങനെയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാ? ഇന്ത്യയിൽ ഇനി ഈ ടേംസ് ആൻഡ് കണ്ടീഷനിങ് ഉണ്ടാ? ഇങ്ങനെ ഇത് ഇത്ര തണ്ണി ഉണ്ടാകണം, ഇത്ര ഇതുണ്ടാകണം എന്നുള്ള ലെവലിനൊക്കെ ഇന്ത്യയിലുള്ള എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ FSSAI എന്ന് പറയും, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ കണക്ക് പ്രകാരമില്ലേ മാസില് ഫുഗേന കണക്ക് ഇത്ര ഫുഗ ഉണ്ടാവണമെന്ന് ഇതുവരെ ഇല്ല, നിജപ്പെടുത്തിയില്ല. ഇന്റർനാഷണലി സ്മോക്ക് ഡ്രൈഡ് പ്രൊഡക്റ്റും സ്റ്റാൻഡേർഡിൽ അവളെ സ്റ്റാൻഡേർഡിന് ഇത്ര കണക്കുണ്ടാണ്. ഇപ്പൊ മൈക്രോബിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് വെച്ചാല് സ്മോക്ക് ചെയ്ത ഫുഗ കൊടുത്ത ഉണക്കെ മീൻ കൊണ്ടില്ലേ ഈന തണ്ണി കണക്ക് 10% തന്നെ ഉണ്ടായാൽ മാത്രമാണ് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാകുക എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതേപോലെ നമ്മ ഇപ്പൊ മാസ് മീനെങ്കിൽ മാസ് മീൻ ഇത് ട്രഡീഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ സാധനത്തും സ്വന്തമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കണം. ആ സ്റ്റാൻഡേർഡ് ഇതുവരെ ഇല്ല. ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ബേസിക് ഇപ്പൊ നാം ജനറേറ്റ് ചെയ്ത കുറെ ഡാറ്റ ഉണ്ട്, അത് ബേസ് ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കലാം. സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യലാം, അതോറിറ്റിയോട് പറയലാം. ഈ പബ്ലിക്കേഷൻസും അല്ലെങ്കിൽ നല്ല തീസിസ് ബേസ്ഡ് നമുക്ക് റെക്കമെൻഡ് ചെയ്യലാം. ഇന്ന രീതിയിൽ ഓക്കെ ഇത്ര ശതമാനം മുതൽ ഇത്ര ശതമാനം വരെ ആയിരിക്കും ഇതിനുള്ള കണക്ക്. അത് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയതിന് ശേഷം ആൾക്കാർക്ക് ചൊല്ലി കൊടുക്കണ്ട. അതിനനുസരിച്ച് എല്ലാവരും ഒരു പ്രോസസ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു യൂണിഫോം പ്രൊഡക്റ്റ് കിട്ടും. അത് പിന്നെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഇന്റർനാഷണലി എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് ഒരു പ്രോപ്പർ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി FSSAI അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള അതോറിറ്റി അല്ലെങ്കിൽ റിസർച്ച് ചെയ്യേണ്ട ആൾക്കാർ ഈ പഠനം നടത്തുമ്പോൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ട സംഭവം നമ്മൾ അവിടെ കൊണ്ടുവരണം. എന്നിട്ട് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം മാർക്കറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഏകദേശം ഫിഷിംഗ് എല്ലാം ആളുകൾ ഒഴിവാക്കി തുടങ്ങിയപ്പം ടൂറിസം ബൂം നടന്നുകൊണ്ടിരിക്കണ്ട. അപ്പം അങ്ങനെ ആകേണ്ടേലും ഇത് ഇനി മാസ് ഉണ്ടാക്കേണ്ടതിൽ തുടരേണ്ടതിൽ എന്തെങ്കിലും ഭാവിയുണ്ടാ? ഇല്ല ഇവരിപ്പോൾ ഫിഷിംഗ് ഒഴിവാക്കി പോകേണ്ടതാണോ റൈറ്റ് എന്നെയാണ് എങ്ങനെ തോന്നുന്നത്? ഒരിക്കലും ഇല്ല. മാസ് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ്. റിസോഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതുവരെ സയന്റിഫിക്കലി പഠനപ്രകാരമുള്ള ഒരു റിസോഴ്സ് ഉണ്ട് നമ്മൾ ലക്ഷദ്വീപിൽ, ഓഷ്യാനിക് റിസോഴ്സ്. അതിനെ ഒരു 10-20% വരെ യൂട്ടിലൈസ് ചെയ്താണ്, എടുത്തലാണ്, പിടിച്ചലാണ്. അപ്പൊ സ്കോപ്പ് ഉണ്ട്, മീൻ കിട്ടുന്നൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മ അവിടെ ഉണ്ടായ ഒരു പ്രൊഡക്റ്റാണ്. ഇന്ത്യയിൽ വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. ഈ സാധനം ഡ്യൂറബിൾ ആണ്, കുറെ കാലത്തേക്ക് വയ്പാൻ കഴിയും. അപ്പൊ ഇത് ബുട്ടച്ചു പോകേണ്ട മണ്ടത്തരങ്ങളാണ്. ഒരിക്കലും ബുട്ടച്ചു പോകാൻ പാടില്ലാത്ത പരിപാടിയാണ്. ടൂറിസം ഉണ്ടായിക്കോട്ടെ, ടൂറിസം ഉണ്ടായാലും മീൻ നമ്മ കൂടെ ഉള്ള റിസോഴ്സാണ്. പുറത്തുനിന്ന് ഇൻകം വരുവാണെങ്കിൽ ഈ സാധനം നോക്ക് മെയിൻറ്റെയിൻ ഫിഷിങ്ങും ബാക്കി അനുബന്ധ ആക്ടിവിറ്റീസും കണ്ടിന്യൂ ചെയ്യുമോ. ഇഹ്സാന ഈ മേഖലയിലുള്ള ഭാവി പ്ലാൻ തന്നെയാണ് എന്നെ ഇന്റർവെൻഷൻസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ മാസ് മീൻ ഉണ്ടാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലേ, ഇത് ആക്ച്വലി ഹൗസ് ഹോൾഡ് ലെവലിൽ വീടുകളിൽ എന്നുവെച്ചാൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ നല്ല ക്വാളിറ്റി, ഭയങ്കര ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റി കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് സമാഹരിച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ആരെല്ലാം കാണാൻ ടാർഗറ്റ് ചെയ്യാൻ കഴിയും, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. അവർക്ക് വേണ്ട ചെറിയ ചെറിയ സ്മോൾ സപ്പോർട്ട് ഈ പുക കൊടുക്കേണ്ട കാര്യത്തിലും ബാക്കി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിലും ഇനി ബാക്കി എന്തെങ്കിലും വേറെ വാല്യുവേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യത്തിലും പാക്കേജിങ്ങോ അതിനെ പ്രോപ്പർലി പാക്കേജിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്ത് കാര്യം മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നന്ന ഒരു മനസ്സിലുള്ള ഇപ്പോൾ പ്ലാൻ. ലക്ഷദ്വീപുകാരൻ റിസർച്ച് മേഖലക്ക് പോയിൻ്റെ ലക്ഷദ്വീപിലെ കാര്യങ്ങൾ പഠിക്കേണ്ടതെല്ലാം വലിയ കാര്യം തന്നെയാണ്. ഈ മാസിനെ പറ്റി പഠിച്ചത് അതുപോലെ ലക്ഷദ്വീപിലെ ഓരോ വിഷയങ്ങൾ പഠിക്കേണ്ടതും അതിലൂടെ
ഇവിടെയുള്ള വിദ്യാഭ്യാസമുള്ള യുവാക്കൾ തന്നെ ഈ നാട്ടൊക്കെ വലിയ ചേഞ്ചുകൾ കൊണ്ടുപോയി വലിയ പ്രതീക്ഷ നൽകേണ്ട കാര്യമാണ്. ഈസാ മാടപ്പള്ളി അതിനൊരു വലിയ എക്സാമ്പിളായി മാറട്ടെ.